ആം ആദ്മി പാർട്ടി, V4 കൊച്ചി ഇതൊക്കെ ചേർന്നിട്ടുള്ള ഒരു മുന്നണി, ഒരു കൂട്ടായ്മ ആലോചിച്ചിരുന്നു. അങ്ങനെ ഒരു സഹകരണത്തിന്റെ ചർച്ചകൾ നടത്തി. എന്താണ് അത് അങ്ങനെയൊന്നും വരാതെ പോയത്? എനിക്ക് ഇപ്പൊ പറഞ്ഞൊരു കാര്യം, അരാഷ്ട്രീയം. എന്താ രാഷ്ട്രീയത്തിന്റെ അർത്ഥം? രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാഷ്ട്രത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രാഷ്ട്രത്തിൻ്റെ വികസനം, രാഷ്ട്രത്തിൻ്റെ അവിടുത്തെ ജനങ്ങളുടെ ക്ഷേമം. ഇതാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞു 2020-യും AAPയും എല്ലാം അരാഷ്ട്രീയമാണ് എന്ന്. അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. കാരണം ഈ ഇന്ത്യ രാജ്യത്തെ ഏതൊരു പൗരനും, അത് പത്രപ്രവർത്തകരെന്നില്ല, വ്യവസായി എന്നില്ല, സിനിമാ നടന്മാരെന്നില്ല, ഏതൊരു പൗരനും ഏതൊരു രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കാനും രാഷ്ട്രീയ പാർട്ടി ഇവിടുത്തെ നിയമമനുസരിച്ച് ഉണ്ടാക്കാനും പ്രവർത്തിക്കാനും മത്സരിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. അല്ലാതെ CPM-കാർ, കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകൾ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയ അത് രാഷ്ട്രീയം. ഇനി CPM-ഉം കോൺഗ്രസും BJP-യും അല്ലാത്തവർ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയാൽ അതാ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഭാഷയിൽ ഈ രാജ്യത്തെ കൊള്ളയടിച്ച്, ജനങ്ങളെ കൊള്ളയടിച്ച്, കട്ടുമുടിച്ച് രാജ്യം നശിപ്പിക്കുന്നതാണ് രാഷ്ട്രീയമെന്നാണ് CPM-ഉം കോൺഗ്രസും BJP-യും ഒക്കെ പറയുന്നത്. യഥാർത്ഥ രാഷ്ട്രീയം അതല്ല. യഥാർത്ഥ രാഷ്ട്രീയക്കാർ ഞങ്ങളാണ്. 2020 പോലെയുള്ള പാർട്ടികളാണത്. രാജ്യത്തിന് വേണ്ടിയിട്ട്, രാഷ്ട്രത്തിന് വേണ്ടിയിട്ട്, ഈ നാടിന് വേണ്ടിയിട്ട്, ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരേ ഒരു പാർട്ടി 2020 ആണത്. ഇതിൽ കോൺഗ്രസിന് അവകാശപ്പെടാൻ പറ്റുമോ? കമ്മ്യൂണിസ്റ്റിന് അവകാശപ്പെടാൻ പറ്റുമോ? ഇവർക്കൊന്നും സാധിക്കില്ല. ഇവരാണ് യഥാർത്ഥത്തിൽ അരാഷ്ട്രീയക്കാർ. രാജ്യം കൊള്ളയടിച്ച് ജനങ്ങളുടെ അധ്വാനത്തിന്റെ ഫലം ഊറ്റിക്കുടിക്കുന്നവര്, ഈ രാജ്യത്തിന്റെ വികസനം തടയുന്നവരാണ് അവര്. ജനങ്ങൾക്ക് കിട്ടുന്ന അവകാശങ്ങൾ നിഷേധിക്കുന്നവരാണ് അവര്. അവരാണ് അരാഷ്ട്രീയക്കാര്, അവരാണ് കൊള്ളക്കാര്. യഥാർത്ഥ രാഷ്ട്രീയക്കാര് എന്ന് പറയുന്നത് രാജ്യത്തിന് വേണ്ടിയിട്ട്, ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട്, നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതാണ്. അത് ഇന്ന് ഇന്ത്യയിൽ ഒരേ ഒരു പാർട്ടിയുള്ളൂ, 2020.